രാവിലെ തന്നെ ഒരു ചെറിയ റൈഡെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നാളിയ, നമ്മൾ ഇന്നത്തെ പരിപാടി വേറൊന്നുമില്ല, നമ്മുടെ കുതിരയുടെ ഒരു ദിവസത്തെ ഫുഡും അതിൻ്റെ ചിലവും ബാക്കി കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. ആളിവിടെ വിയർത്ത് പിരുന്ന് സെറ്റായി നിൽപ്പുണ്ട്. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് അവളുടെ രാവിലത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കാം. സമയം ഇപ്പോൾ രാവിലെ ഏകദേശം 9:30 മണിയായിട്ടുണ്ട്. ഇത് വന്നിട്ട് ഗോതമ്പിൻ്റെ തവിടാണ്. ഇത് നമുക്ക് ഇതിനൊരു പാത്രം ഇടാം. പിന്നെ വന്നിട്ടുള്ളത് ഇത് ചോളം, ഓട്സ്, ബാർലി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന കുതിരയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഫീഡാണ്. ഇത് നമുക്ക് തന്നെ ഒരു പാത്രം ഇടാം. ഇത് വന്നിട്ട് ധാന്യപ്പൊടി എന്ന് പറയും. ഇതിനകത്ത് അത്യാവശ്യം പയറ്, കടല എല്ലാത്തിൻ്റെ തൊലിയും കാര്യങ്ങളെല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നമുക്കൊരു പാത്രം ഇടാം. ഇത് കാൽപ്പോവിറ്റ് എന്ന് പറയും. ഇത് അവർക്ക് കാൽസ്യം ബാക്കി മിനറൽസ് കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് കിട്ടും. ഇത് നമുക്കൊരു 3 സ്പൂൺ ഇതിൽ നിന്ന് കൊടുക്കാം. ഇത് കാൽപ്പോവിറ്റിന്റെ ടിന്നിനകത്ത് നമ്മൾ ഹിമാലയൻ ബാറ്റീസ് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ സാധനം ഇല്ല, തീർന്നു, മേടിക്കാൻ മറന്നു. ഇത് വന്നിട്ട് ചാർക്കോള്, മീനെണ്ണ. അവർക്ക് അത്യാവശ്യം വൈറ്റമിൻസും കുറച്ച് ഓയിൽ കണ്ടന്റും അവർക്ക് ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്പൂൺ കൊടുക്കാം. വന്നിട്ട് കല്ലുപ്പാണ്. നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ കുറച്ച് ഉപ്പ് ആടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെള്ളം താവ് ഉണ്ടാവും. അപ്പം ഫുഡ് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളം കുടിക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന മെയിൻ സാധനങ്ങൾ ഇതൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം സപ്ലിമെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കാൽസ്യത്തിന് വേണ്ടി മാത്രമാണ് സപ്ലിമെന്റ് ഉപയോഗിക്കുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവ കോത്തി മുളപ്പിച്ചാണ്. ഇത് നമ്മളെ ചെറുപയർ കോത്തി മുളപ്പിച്ചാണ്. ഇത് കടല കോത്തി മുളപ്പിച്ചത്. ഇത് മുതിര കോത്തി മുളപ്പിച്ചത്. നമ്മൾ ഇത്ര ഐറ്റങ്ങൾ എല്ലാത്തിൽ നിന്നും ഓരോ പിടി വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇന്നിപ്പം റൈഡ് ചെയ്ത് നല്ല ക്ഷീണിച്ച് നിൽക്കണോണ്ട് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയൊന്നും കൊടുക്കൂല. മുട്ട റൈഡിങ് ഉള്ളതിന് മാത്രമേ നമ്മൾ മുട്ട കൊടുക്കാറുള്ളൂ. മുട്ടയുടെ തോട് കളയട്ടെ. തോട് കാൽസ്യം അല്ലേ, തോട് കളയണ്ട, അളവ് തിന്നോളും. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുതിരയ്ക്ക് എപ്പോഴും ഡ്രൈ ഫീഡ് കൊടുക്കുന്നതായിരിക്കും കുതിരയ്ക്ക് എപ്പോഴും നല്ലത്, ബെറ്റർ. അതായത് ഓവറായിട്ട് കുഴഞ്ഞു പോകാനും പാടില്ല. നമ്മുടെ ഈ പശുവിന് പോത്തിന് കൊടുക്കും പോലെയൊന്നും കലക്കി കൊടുക്കേണ്ട കാര്യമില്ല. കുതിരയ്ക്ക് എപ്പോഴും നമ്മളൊരു പുട്ടിൻ്റെ മാവിൻ്റെ പരുവില്ലേ, പുട്ടിന് മാവ് കഴിക്കുന്ന ഒരു പരുവുണ്ട്. ഒരു ജസ്റ്റ് ഒന്ന് നനയം വേണം, എന്നാൽ കുഴഞ്ഞു പോകാനും പാടില്ല. ഈ ഒരു പരുവത്തിന് കൊടുക്കുന്നതാണ് കുതിരയ്ക്ക് എപ്പോഴും നല്ലത്. റൈഡിങ് കഴിഞ്ഞിട്ട് ഏകദേശം 1/4 മണിക്കൂറായി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം അവൾ ഒന്ന് നോർമൽ ആയിട്ടുണ്ട്. വേറെ സാധനം കാണിച്ചു തരാം. ഇത് അവളുടെ മെഡിസിൻ ബോക്സ് ആണ്. അത്യാവശ്യം അപ്പോഴപ്പോഴായിട്ട് മേടിച്ച ഓരോ സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച സാധനങ്ങളാണ്. ഇത് ഹിമാലയത്തിൻ്റെ ഷാമ്പു. ഇത് അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3ഉം ഓരോ സ്പ്രേ ആണ്. ഇപ്പം ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഇതടിച്ചു കഴിഞ്ഞാൽ അകത്ത് പുഴുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ അതിനകത്തിരുന്ന് ചത്തോളും. ഇതും അതിനുള്ള സാധനം തന്നെ. അകത്ത് പുഴുണ്ടെങ്കിൽ അതിനകത്തിരുന്ന് ചാവും. വേറെ പുതിയ പുഴുവൊന്നും ഉണ്ടാവത്തില്ല. ഇത് പിന്നെ പുറമെ നീര കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറ്റിക്കോളും. പിന്നെ മെയിനായിട്ട് ഒരു കുതിരക്കാരന് മെയിനായിട്ട് എപ്പോഴും ഏത് സമയത്തും ഒരു കുതിരക്കാരൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയെ വളർത്തുന്ന എല്ലാവരുടെ കയ്യിലും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട സാധനമാണ് ഇത്. ടയറൽ, ഇത് ഗ്യാസിനുള്ള സാധനമാണ്. ഇതും ബ്ലോട്ടോക്സിലും. ഇത് രണ്ടും ഗ്യാസിനുള്ള സാധനമാണ്. കുതിരയ്ക്ക് മെയിനായിട്ട് വരുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കാൻ ലേറ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് കൂടിപ്പോവാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുതിരയ്ക്ക് കോളിക്ക് വരും, ഗ്യാസ് വരും. ഗ്യാസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് സമയത്ത് ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുതിര ഡെഡായി പോകും. പിന്നെ ഇത് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാത്രി നമ്മൾ വൈകുന്നേരത്ത് ഫുഡ് കൊടുത്തിട്ട് പിന്നെ ചിലപ്പോൾ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പം നമ്മളിത് കാണുന്നത്. നമ്മളറിയത്തില്ല. നമ്മൾ നോക്കിയിട്ട് ചിലപ്പം എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കുതിരയ്ക്ക് ഗ്യാസ് കയറി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. രാത്രി മെഡിക്കൽ സ്റ്റോർ കാര്യങ്ങളൊന്നും കാണൂല. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു സാധനം എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കിപ്പം നേരെ വെളുത്തിട്ട് നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ വന്നിട്ട്
ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ്, മുറിവ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇത് ബെറ്റാഡിൻ സൊല്യൂഷൻ, ഇതും അത്യാവശ്യം മുറിവ് ക്ലീൻ ചെയ്യാനും അത് പൊറപ്പിക്കാനൊക്കെ ഉള്ളത്. പിന്നെ ബെറ്റാഡിൻ്റെ ഓയിൽമെൻ്റ് ഉണ്ട്. ബെറ്റാഡി സത്യം പറഞ്ഞാൽ മനുഷ്യന് ഉപയോഗിക്കുന്ന സാധനമാണ് ബെറ്റാഡി. മനുഷ്യന് ഉപയോഗിക്കുന്ന മരുന്നാണ് കുതിരയ്ക്കും അത്യാവശ്യം എഫക്റ്റ് ചെയ്യണത്. അത് കുതിരയ്ക്കും ഒരു മുറിവ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബെറ്റാഡിൻ സൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ മുറിവെല്ലാം അപ്പോഴേ ഉണങ്ങും. പിന്നെ വന്നിട്ട് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതവളെ റൈഡിങ്ങിൻ്റെ സമയത്ത് അവളെ കാലിലിടുന്ന ബാൻഡ്, പിന്നെ ഗ്രൂമിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന മാസ്ക്, പിന്നെ പഞ്ഞി, പിന്നെ ഇതിനകത്ത് വന്നിട്ട് ഉള്ള മൊത്തം സിറിഞ്ച്, സൂചി, ബാക്കി കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിനകത്തുള്ളത്. എല്ലാം അവക്കുള്ളതാണ് കേട്ടാ. പിന്നെ ഇത് വന്നിട്ട് മെഗ്ലൂഡിൻ ഇഞ്ചക്ഷൻ ഉള്ളതാണ്. എന്തെങ്കിലും ഇപ്പം കോളിക്ക് കാര്യങ്ങൾ എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ അവളെ വേദന കുറച്ച് മാറും. ഓക്കെ. പിന്നെ മേളിലുള്ളത് ഗ്രൂമിങ് സെറ്റാണ്. ഇത് റബ്ബർ ബ്രഷ്, പിന്നെ ഇത് കരാറ്, ഇരുമ്പിൻ്റെ കരാറ്. അത്യാവശ്യം പൂപ്പല് കാര്യങ്ങൾ ഫംഗസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് മാറും. പിന്നെ ഇത് വൈപ്പർ, കുളിപ്പിച്ചതിന് ശേഷം വെള്ളം വൈപ്പ് ചെയ്ത് മാറ്റാനുള്ള സാധനം. പിന്നെ അവളെ മുടിയെല്ലാം ചീവി വൃത്തിയാക്കി അവളെ സുന്ദരിയാക്കാനുള്ള സാധനം. പിന്നെ ഇത് വന്നിട്ട് 2 ഗ്ലൗസ്. പിന്നെ ഇത് ഈച്ചയ്ക്കുള്ള ലോഷൻ, ഈച്ചയുടെ ശല്യം കുറയാൻ വേണ്ടിയിട്ട് ഈച്ചയ്ക്കുള്ള ലോഷൻ. ഇത് കാറ് വാശി, ഇത് കാറ് കഴുകാനുള്ളത്, ഇതൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് അവളെ മെഡിസിൻ ബോക്സ്, അവളെ ഗ്രൂമിങ് സെറ്റ്. വേറൊരു സാധനമുണ്ട്, അടിപൊളി സാധനമാണ്, ഫംഗൽ ഇൻഫെക്ഷന് ബെറ്റർ സാധനമാണ് E6 ലോഷൻ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇടയ്ക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഒരുപാട് സാധനം ഞാൻ പരീക്ഷിച്ച് നോക്കി. ഇതിൽ എനിക്ക് ബെറ്റർ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് അസ്കാബയോളും ഒന്ന് E6 ലോഷനുമാണ്. അസ്കാബയോളും ബെറ്ററാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന E6 ലോഷനാണ്. 3 മാസം കൊണ്ട് ഫേസ് വാഷ് മേടിച്ചു തരാൻ പറഞ്ഞിട്ട് മേടിക്കാത്ത ആളാണ് ഇത് ഇത്രയും മേടിച്ചത്. ഫേസ് വാഷ് മറ്റന്നാ മേടിച്ചു തരാൻ ഞാൻ പറഞ്ഞതാ. കഷ്ടമുണ്ട് വീഡിയോയിൽ ഇങ്ങനെയാണ് സംസാരിക്കല്ല. 3 മാസം കൊണ്ട് ഫേസ് വാഷ് മേടിച്ചു തരാന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. മറ്റന്നാ മേടിച്ചു തരാന്ന് പറഞ്ഞല്ലേ. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നൈസായിട്ട് അവൾ എനിക്കിട്ടോ താങ്ങി എഡിറ്റ് ചെയ്ത് മാറ്റാന്ന് വിചാരിച്ചാണ്. പിന്നെ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ട് കിടക്കട്ടെ അവിടെ. അവളെ രണ്ടാമത്തെ മീൽ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. മണി 1 ആയി. നമ്മൾ നേരത്തെ 9:30 മണിക്കാണ് രാവിലത്തെ ഫുഡ് കൊടുത്തത്. ഇപ്പം മണി ഏകദേശം 1 മണിയായിട്ടുണ്ട്. നമ്മൾ ഓട്ടിടാനൊക്കെ പോയിട്ട് വന്ന് നമ്മൾ പില്ലെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കൊടുക്കാം. സത്യത്തിൽ ഇത് രണ്ടാമത്തെ മീലല്ല. നമ്മൾ റൈഡിന് മുന്നേ രാവിലെ ഒരു 7 മണിയായപ്പോഴത്തേനും അവർക്കൊരു പാതി തണ്ണിമത്തം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ വൈക്കോല് കൊടുക്കുക രാവിലെ ഒരു 7 മണിയാകുമ്പോൾ വൈക്കോലാണ് കൊടുക്കുന്നത്. ഇന്നലെ രാത്രി കടയിൽ നിന്ന് വന്നപ്പോൾ ഒരു തണ്ണിമത്തം ഉണ്ടായിരുന്നു. അതിൻ്റെ പാതി ഞാൻ കട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചിട്ട് പാതി അവർക്ക് കൊടുത്തു. എന്നിട്ട് നമ്മൾ രാവിലെ പോയത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതവളെ 3ാമത്തെ മീലാണ്. എന്നും വൈകുന്നേരത്തെ കലാപരിപാടി ചെയ്ത് വൈകുന്നേരത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് ഈ കാണുന്നത്. എവിടെ ആയിരുന്നാലും അഴിച്ചങ്ങ് വിട്ടുകൊടുത്താൽ മതി, നേരെ സ്റ്റേബിളിനകത്തൊന്ന് കയറിക്കോളും. സമയം ഇപ്പം ഏകദേശം 6:30 മണിയായിട്ടുണ്ട്. അവളുടെ 4ാമത്തെ മീലാണ് നമ്മൾ എടുക്കാൻ പോണത്. ഇതിൽ നമ്മൾ രാവിലെ കൊടുത്ത തന്നെ സെയിം ആണ്. അതിൽ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരിക്കും. രാവിലെ നമ്മളെല്ലാം 3 നിന്ന് ഓരോ കപ്പാണ് ഇട്ടത്. ഇത് നമുക്ക് ഏകദേശം ഒരു 3/4 കപ്പ് വെച്ചിട്ട് ഓരോന്നും ഇട്ടാൽ മതി. ലാസ്റ്റ് മീലാണ്. മണി ഏകദേശം 9:30 ആയിട്ടുണ്ട്. 5ാമത്തെ മീലാണ്. നമ്മൾ ലാസ്റ്റ് മീൽ കൊടുക്കുന്നത് വൈക്കോലാണ്. വൈക്കോല് നമ്മൾ 10 മിനിറ്റ് വെള്ളത്തിട്ട് കൂത്തിയതിന് ശേഷമാണ് കൊടുക്കുന്നത്. വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പൊടിയുണ്ട്. ഇതെല്ലാം അവിടെ വലിച്ച് മൂക്കിനകത്ത് കയറ്റിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് വെള്ളത്തിട്ട് കൂത്തിയതിന് ശേഷം നമ്മൾ കൊടുക്കും. നമ്മളതിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചും അല്ലാതെയൊക്കെ ചോദിച്ചൊരു സംഗതിയുണ്ട്, കുതിരയ്ക്ക് ഒരു മാസം എങ്ങനെ ചിലവ്, എത്ര ചിലവ്, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണത്. അത് ചുമ്മാ ഇരുന്നാന്ന് പറഞ്ഞോട്ട് ഒരുപാട് പേര് നമ്മളെ മെസ്സേജ് ചോദിച്ച കാര്യമാണ്. സത്യം പറഞ്ഞാൽ കുതിരയെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്താം. തവിട് മാത്രം കൊടുത്ത് വളർത്താം. തവിട് മാത്രം കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ ഒരു മാസം 5000 രൂപയൊക്കെ തീരും. പക്ഷെ കുതിര എന്ന് പറഞ്ഞാൽ ഒരു റോയൽ അനിമലാണ്. അതിനെ ഇച്ചിരി റോയലായിട്ട് തന്നെ നോക്കണം. നമ്മൾ എൻ്റെ നിൽക്കുന്ന കുതിര ആയിരുന്നാലും കിളികളായിരുന്നാലും എൻ്റെ പിള്ളേരായിരുന്നാലും നമ്മളെല്ലാം ആ ഒരു മൈൻഡിലാണ് നോക്കണം. അതുകൊണ്ട് തന്നെ ഇവക്ക് ഒരു മാസം ഏകദേശം ഒരു 9000 രൂപ ചിലവ് വരും. ഫുഡ്, മെഡിസിന്,
പിന്നെ മാസത്തിൽ ലാട പഠിക്കാൻ 3000 ചിലവുണ്ട്. എല്ലാം കൂടി ചേർത്ത് തന്നെ ഒരു 10 രൂപ, 10 രൂപയ്ക്കകത്ത് ചിലവുണ്ട്. കുതിര എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും കുതിര ഇഷ്ടമാണ്. കുതിരയിൽ കയറാനും ഇഷ്ടമാണ്, കുതിരയെ നോക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇതിലുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മളൊരു കുതിര എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 2 മണിക്കൂർ അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ മേടിക്കാതിരിക്കുക. നമ്മളെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്കൊരു കുതിര മേടിക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് എക്സ്ട്രാ മൈൻഡ് ഉണ്ടെങ്കിൽ അതിന് പറ്റൂ. ഇപ്പം ഒരു മാസം 5000 രൂപയിലെ ചിലവുള്ളൂ അല്ലെങ്കിൽ 10000 രൂപയിലെ ചിലവുള്ളൂ, എന്നാൽ പിന്നെ ഒരു കുതിര മേടിക്കാം എന്നുള്ള മൈൻഡിൽ നമ്മൾ കുതിര മേടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം വർക്കിനൊക്കെ ഇറങ്ങുന്ന കുതിരകളുണ്ട്, ആ ഒരു മൈൻഡിൽ നമുക്കൊരു കുതിര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വരുമാനം കിട്ടും. അങ്ങനെ ആ ഒരു മൈൻഡിൽ നമ്മൾ കുതിര എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വരുമാനം വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള ഒരു താല്പര്യം കുറയും. അങ്ങനെ താല്പര്യം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള അതിൻ്റെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ആദ്യത്തെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തിട്ട് പിന്നീട് നമ്മളെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകെ അതിൻ്റെ അടുത്തുള്ള ഇഷ്ടം കുറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനൊരു കൈമാറ്റത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം ഒരാട് പശുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റ് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ കുതിരയെ സംബന്ധിച്ച് നമ്മളത് വിൽക്കണം നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു പ്രാന്തിൻ്റെ പുറത്ത് ചെയ്ത കാര്യമാണ്. അപ്പം അതിനെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും പ്രാന്തുള്ള ആരെങ്കിലും വന്നാൽ മാത്രമേ നമുക്കതിനെ കൊടുക്കാൻ പറ്റൂ. നമ്മൾ അതിനൊരു 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് മേടിച്ച കുതിരയായിരിക്കും. പക്ഷെ നമ്മൾ കൊടുക്കാനായിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആൾ വന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് 4 വില പോലും കിട്ടത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കുതിര കൊടുക്കത്തില്ല. കാര്യം നമ്മൾ ഇത്രയും കാശ് ചിലവാക്കി മേടിച്ച സാധനമല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ കുതിര അവിടെ നിർത്തിയിരിക്കും. പിന്നീട് അങ്ങോട്ടുള്ള കുതിരയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോഭമായിരിക്കും. കാരണം നിങ്ങൾക്ക് നോക്കാൻ പറ്റൂല, സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ദയവേത് ആ ഒരു സംഗതിയിലോട്ട് ചിന്തിക്കുകയും ചെയ്യരുത്. കുതിരയെ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബിൽ പോവുക, റൈഡ് ചെയ്യുക, കാണുക, സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമായി പോവും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ എന്നെ സംബന്ധിച്ച് നമ്മളീ തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് നമ്മളെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയി പോണത്. രാവിലെ എണീച്ച് ഇവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. അത് കഴിഞ്ഞിട്ട് കടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കടയുടെ പ്രഷർ കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടിട്ട് രാത്രി ഒരു കുട്ട പ്രഷറുമായിട്ടായിരിക്കും രാത്രി വീട്ടിൽ വരുന്നത്. രാത്രി വന്നതിന് ശേഷം വീണ്ടും ഇവരെടുത്ത് കുറച്ച് സമയം ഇവരെടുത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് വീണ്ടും കുറച്ചൊന്ന് റിലാക്സ് ആവും, നമ്മളൊന്ന് ഫ്രഷ് ആവും, നല്ല ഉറക്കം കിട്ടും. അതുകൊണ്ടിട്ടാണ് ഈ ഒരു രീതിയിലാണ് നമ്മളെ ലൈഫിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു മടുപ്പില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോണത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഒരുപാട് വലിച്ചിട്ട് ആരെയും ബോറാക്കാനില്ല. അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണുന്നവരെയും അളിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്, പറ്റുമെങ്കിൽ ബെല്ലൈക്കനും കൂടെ അടിച്ചങ്ങ് പൊട്ടിച്ചിടുക. ബാക്കി പറഞ്ഞത് വെച്ച് കാണാം.